ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 42 ശകടാസുരവധം ശ്ലോകം 5. കസ്കോന്നു കൗതസ്കുതയേഷ വിസ്മയോ വിസങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിതിഹേതി തേ സ്ഥിതാഃ സ്വനാസികാ ദത്തകരാസ്ത്വദീക്ഷകാഃ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. കസ്കോന്നു കൗതസ്കുത ഏഷ വിസ്മയോ വിസങ്കടം യത് ശകടം വിപാടിതം. യത് ശകടം അതാണ് ചേർത്തെഴുതുമ്പോൾ യച്ഛകടം എന്നാവണത്. കസ്കോ വിസ്മയോ എന്തൊരത്ഭുതമാണ്. കൗതസ്കുത ഏതേതു കാരണത്തിൽ നിന്നുണ്ടായതാണ്. ഏഷ ഇത്, വിസങ്കടം വളരെ വലിയ, ശകടം വണ്ടി, വിപാടിതം പൊടിക്കപ്പെട്ടു. നമുക്കിതിൻ്റെ അക്ഷരങ്ങളൊന്ന് നോക്കാം. യത് ശകടം അത് ചേർത്തിട്ട് യച്ഛകടം അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാവുള്ളൂ. ഛ എന്നുള്ളത് ഛ നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ന കാരണം കിഞ്ചിത് ഇഹേതി തേ സ്ഥിതാഃ നീട്ടിയിട്ട് വിസർഗം. സ്വനാസികാ ദത്തകരാസ്ത്വദ് ഈക്ഷകാഃ അവിടെയും നീട്ടിയിട്ട് വിസർഗം. ചേർത്ത് ചൊല്ലുമ്പോൾ ന കാരണം കിഞ്ചിതിഹേതി തേ സ്ഥിതാഃ സ്വനാസികാ ദത്തകരാസ്ത്വദീക്ഷകാഃ അങ്ങനെയാണ് ചൊല്ലേണ്ടത്. ചേർത്ത് ചൊല്ലുമ്പോൾ കാരണം കാരണം എന്ന് തന്നെയാണ് അർത്ഥം. കിഞ്ചിത് ന ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. ഇഹ ഇക്കാര്യത്തിൽ, ഇതി എന്നു പറഞ്ഞുകൊണ്ട്, തേ അവൾ, സ്ഥിത നിന്നു, സ്വനാസികാ ദത്തകര തങ്ങളുടെ മൂക്കിൽ വച്ച കൈകളോടു കൂടിയവരായി, ത്വദീക്ഷക അങ്ങയെ നോക്കുന്നവരായി. നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നോക്കാം. കിഞ്ചിത് ഞാ ച എന്നാണ് കിഞ്ചിത് എന്നുള്ളതിന്. ഇഹേതി തേ സ്ഥിത സ്ഥി എന്നുള്ളതിന് സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നീട്ടിയിട്ട് വിസർഗം പറയണം. സ്ഥിതാ സ്വനാസിക ദത്തകര സ്ത്വദ് ഈക്ഷകാ ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഇവിടെയും അതേപോലെ നീട്ടിയിട്ട് വിസർഗം പറയണം. കസ്കോന്നു കൗതസ്കുതയേഷ വിസ്മയോ വിസങ്കടം യച്ഛകടം വിപാടിതം ന കാരണം കിഞ്ചിതിഹേതി തേ സ്ഥിതാഃ സ്വനാസികാ ദത്തകരാസ്ത്വദീക്ഷകാഃ. അടുത്തത് 6ാമത്തെ ശ്ലോകം. കുമാരകസ്യാസ്യ പയോധരാർത്ഥിന പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യഗാദിതീശ തേ പാലക ബാലക ജഗു. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. കുമാരകസ്യാസ്യ പയോധരാർത്ഥിന അവിടെ വിസർഗം. അപ്പോൾ വിസർഗം പറയണം. പ്രരോദനേ ലോല പദാംബുജാഹതം. അസ്യ കുമാരകസ്യ ഈ കുമാരൻ്റെ, പയോധരാർത്ഥിന പാലു കുടിക്കാൻ ആഗ്രഹിക്കുന്ന, പ്രരോദനേ കരച്ചിലിനിടയിൽ, ലോല പദാംബുജാഹതം അന ലോലമായി താമര പോലെയുള്ള കാലടികളുടെ താടനമേറ്റ ശകടം. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. പയോധരാർത്ഥിന ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അതേപോലെ പയോധരാർത്ഥിന ഥി എന്നുള്ള അക്ഷരവും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അവിടെ വിസർഗമുണ്ട്. അപ്പോൾ വിസർഗം പറയണം. പ്രരോദനേ ദ ദേൽത്തെ ദ എന്നാണ്. ലോല
പദ്യാംബുജ ഹതം. പദ്യാംബുജ ദാന്ന് ഇവിടെയും ദയിലത്തെ ദാന്നാണ്. പദ്യാംബുജ ഭൂ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. പദ്യാംബുജ ഹതം. മയാ മയാ ദൃഷ്ടം അനോ വിപര്യകാത് ഇതീശ തേ പാലക ബാലക ജഗുഃ. അവിടെ ലാസ്റ്റിൽ വിസർഗം, അപ്പോൾ വിസർഗം പറഞ്ഞ് നിർത്തണം. മയാ മയാ ദൃഷ്ടം എന്നാൽ കാണപ്പെട്ടു, എന്നാൽ കാണപ്പെട്ടു. വിപര്യകാത് മറിഞ്ഞു. ഇതി ഇപ്രകാരം. ഈശ അല്ലയോ ഈശ. തേ അങ്ങയുടെ. പാലക ബാലക അങ്ങയെ രക്ഷിക്കുന്ന ഗോപാല ബാലന്മാർ. ജഗു പറഞ്ഞു. ഇവിടെ വിപര്യകാത് ഇതീശ അത് ചേർത്തിട്ടാണ് വിപര്യകാദിതീശ തേ പാലക ബാലക ജഗു. അവിടെ വിസർഗം, അപ്പം അങ്ങനെ നിർത്തണം. ദൃഷ്ടം എന്നുള്ളതിൻ്റെ ഷാട്ടാന്ന് ഒട്ടും ഊന്നണ്ട. കുമാരകസ്യാസ്യ പയോധരാർത്ഥിന പ്രരോദനേ ലോല പദ്യാംബുജാഹതം. മയാ മയാ ദൃഷ്ടമനോ വിപര്യകാദിതീശ തേ പാലക ബാലക ജഗു. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.